അങ്ങനെ ഇന്ത്യ ഇലക്ട്രിക് ആകാൻ പോകുന്നു. ഈ വിചാരം എത്തിയിരിക്കുകയാണ്. മാരുതി ക്ലെയിം ചെയ്യുന്നതും ഇന്ത്യ ഗോസ് ഇലക്ട്രിക് എന്നുള്ളത് തന്നെയാണ്. മാരുതി ഈ വിചാരയെ അവതരിപ്പിക്കുമ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ചാർജിങ് നെറ്റ്വർക്കും സെറ്റപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വാഹനത്തിനെ ലോഞ്ച് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനുവരി 2025 ഓട്ടോ എക്സ്പോയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു വാഹനം ഡിസംബർ ആയപ്പോഴാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫൈനൽ ഒരു ഡ്രൈവ് റിവ്യൂ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. എന്നാൽ നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല, അതും ജനുവരിയിലേക്കാണ്. സോ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് ഈ ഒരു വാഹനത്തിനെ മാരുതി ലോഞ്ച് ആക്കിയിരിക്കുന്നത്. ഇന്ത്യ ഗോസ് ഇലക്ട്രിക് ഡ്രൈവ് ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു ഞാനും. ടീം ഭുജിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. രാജസ്ഥാനും ഗുജറാത്തും 2 സംസ്ഥാനങ്ങളിൽ 2 ദിവസത്തോളം ഏകദേശം 1000 കിലോമീറ്ററിന് മുകളിൽ ഈ ഒരു വാഹനം ഓടിച്ചു. നിരവധി ചാർജിങ് സ്റ്റേഷൻസിലൂടെ ഈ ഒരു വാഹനത്തിനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു ഡ്രൈവ് റിവ്യൂ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ടർബോ ഡ്രൈവ്. രണ്ടായിരത്തി 30 1 ലക്ഷം ചാർജിങ് യൂണിറ്റുകൾ മാരുതി ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 2500ഓളം ചാർജിങ് സ്റ്റേഷൻസ് മാരുതിയുടെ നെറ്റ്വർക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇനി ഡിസൈൻ വൈസിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു വലിയ LED ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വൈ ഷേപ്പിലുള്ള DRLs കാണാനായിട്ട് സാധിക്കും. എയ്ഡാസിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും പാർക്കിംഗ് ക്യാമറയും വരുന്നുണ്ട്. ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. സോ ലെവൽ 2 എയ്ഡാസ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. സൈഡ് ഭാഗത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. 18 ഇഞ്ച് വലുപ്പമുള്ള ഒരു അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. EV വാഹനങ്ങളിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് അലോയ് വീൽ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വാർണിംഗും ഈ ഒരു മിററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ സൈഡിലേക്ക് വരുന്ന സമയത്ത് റിക്കോ സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡോർ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്വിഫ്റ്റിലൊക്കെയാണ് ആ ഒരു രീതി കണ്ടിട്ടുള്ളത്. സോ പിൻഭാഗത്തേക്ക് വരുമ്പോഴും കണക്റ്റഡ് LED ടെയിൽ ലാംപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വിറ്റാര ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും പാർക്കിംഗ് ക്യാമറയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ പറ്റില്ല, മാനുവലി തന്നെ ചെയ്യേണ്ടി വരും. അത്യാവശ്യം നല്ല മാസീവായിട്ടൊരു ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സീറ്റ് നമുക്ക് 40-40-20 റേഷ്യോ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഒരു ലഗേജ് സ്പേസ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കൂടാതെ ഡിഫോഗർ ലൈൻസും ഷാർക്ക് ഫിൻ ആൻറ്റിനെയും ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ലഭിക്കുന്നുണ്ട്. ഈ വിറ്റാരയുടെ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ EV ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അണ്ടർത്തെ സപ്പോർട്ടും ലെഗ് റൂമും ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു സീറ്റ് നമുക്ക് മുമ്പോട്ടോ പുറകോട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. AC വെൻസും ചാർജിങ് പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആംബ്രസ്റ്റ് വരുന്നുണ്ട്. 40-40-20 ആയതുകൊണ്ടുള്ള ആ ഒരു റേഷ്യോയിൽ വരുന്ന സീറ്റ് ആയതുകൊണ്ടാണ് ആംബ്രസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ലഭിക്കുന്നത്. ഇതിൽ കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാലാണെങ്കിൽ ഈ സീറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലെഗ് സ്പേസും നമുക്ക് ലഭിക്കുന്നു. കൂടാതെ ഈ ഒരു സീറ്റ് നമുക്ക് റിക്ലൈനും ചെയ്യാനും സാധിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല ഒരു റൈഡിംഗ് പൊസിഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ വിറ്റാരയുടെ ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും അധികം നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഡിസൈനാണ്. എസ്പെഷ്യലി ഈ ഒരു കോഫി ബ്രൗൺ എലമെൻറ്റിൻ്റെ ഡിസൈൻ വളരെയധികം നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു ഡിസൈനാണ്. ഡുവൽ ടോൺ പാറ്റേണിലാണ് ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു AC വെൻസിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്ലോസി എലമെൻ്റ് ഒക്കെ ആണെങ്കിലും നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഈ ഒരു കോഫി ബ്രൗൺ എലമെൻറ്റ് തന്നെയാണ് സീറ്റിലേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സീറ്റുകൾ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. കൂടാതെ ഡ്രൈവർ സീറ്റ് 10 രീതിയിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 2 സ്പോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. EV വാഹനമായതുകൊണ്ട് തന്നെ വലിയൊരു സെൻട്രൽ കൺസോളും വലുപ്പമുള്ള ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് പാഡ് വരുന്നുണ്ട്. റോട്ടറി മൗണ്ടഡ് ആയിട്ടുള്ള ഗിയർ സെലക്ഷൻ നോബാണ് വരുന്നത്. ഡ്രൈവ് മോഡ്സ് നമുക്ക് വരുന്നുണ്ട്. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. ആംറസ്റ്റും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു വാഹനത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഡോർ പോക്കറ്റ്സിലും ആംറസ്റ്റിലും സെൻട്രൽ കൺസോളിലും എല്ലാം തന്നെ നല്ല ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കുറച്ചുകൂടി നല്ല ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ഒരു വാഹനം കൂടിയാണ് ഈ വിറ്റാര എന്ന് പറയുന്നത്. ഈ ഒരു സ്ക്രീനിലേക്ക് വരാം. വലിപ്പമുള്ള 2 സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഫുള്ളി ഡിജിറ്റലായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരു പാനലിൽ തന്നെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ 2 കൺസോളിൻ്റെ ഇടയിലായിട്ട് ഒരു ബ്ലാക്ക് പാനൽ കൊടുത്തിട്ടുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു. അത് തന്നെ നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ മുകളിൽ ഭാഗത്തായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ കിയ വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു അവരെങ്ങനെയാണ് ആ ഒരു പാനൽ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് എലമെൻറ്റ് എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ ഒരു വാഹനത്തിൽ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. കൂടാതെ നമുക്ക്
നല്ലൊരു ഫ്ലൂയിഡിക് നേച്ചറുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല റെസൊല്യൂഷൻ കിട്ടുന്ന ഒരു സ്ക്രീൻ തന്നെയാണ്. കൂടാതെ നമുക്ക് ലെവൽ 2 ADAS വരുന്നുണ്ട്, ഡ്യുവൽ സെൻസർ ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്, ലൈൻ ഡിപ്പാർച്ചർ വാണിംഗ് വരുന്നുണ്ട്, റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് വരുന്നുണ്ട്, അഡാപ്റ്റീവ് ഹൈ ബീം വരുന്നുണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള നിരവധി ADAS ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാനായിട്ടും സാധിക്കും. പക്ഷേ ADAS ഓഫ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ADAS വീണ്ടും ഓൺ ആവും. സോ വാഹനം എത്ര പ്രാവശ്യം നമ്മൾ ഓൺ ചെയ്യുന്നു അത്രയും പ്രാവശ്യം ADAS ആവശ്യമില്ല എങ്കിൽ അത് ഓഫ് ആക്കേണ്ട രീതിയിലേക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം, ഇൻഫിനിറ്റിയുടെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. മാരുതിയുടെ കഴിഞ്ഞ കുറച്ച് ലോഞ്ചസിലേക്ക് നോക്കുന്ന സമയത്ത് മ്യൂസിക് സിസ്റ്റത്തിലേക്കുള്ള അവരുടെ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു ഗംഭീര മ്യൂസിക് സിസ്റ്റം കൊടുക്കാനായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് മാരുതി ശ്രമിക്കുന്നുണ്ട്. മൂൺ റൂഫാണ് വരുന്നത്, സൺറൂഫ് വരുന്നില്ല. സൺറൂഫ് കൊടുക്കാമായിരുന്നു. ഓട്ടോ IRVM വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വിൻഷീൽഡിലും സൺ വൈസറിലും ഒരു മിറർ വരുന്നുണ്ട്. UV കട്ട് ഗ്ലാസ് കൂടിയാണ് ഈ ഒരു വിറ്റാരിൽ നമുക്ക് ലഭിക്കുന്നത്. വിറ്റാര 2 ബാറ്ററി പാക്കിലാണ് നമുക്ക് ലഭിക്കുന്നത്. 49 kWh 61 kWh. സോ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 61 kWh ബാറ്ററി പാക്കുള്ള വാഹനമാണ്. സോ ഇത് മാരുതി ക്ലെയിം ചെയ്യുന്നത് 543 കിലോമീറ്ററാണ് ഒറ്റ ചാർജിൽ. ARI സർട്ടിഫൈഡ് റേഞ്ചാണ്. പക്ഷേ വാഹനം നമ്മുടെ കിട്ടിയ സമയത്ത് 100% കാണിക്കുന്നത് 483 കിലോമീറ്ററാണ്. അതായത് ഏകദേശം ഒരു 500 കിലോമീറ്റർ അടുത്ത് നമുക്ക് റേഞ്ച് കിട്ടുന്ന ഒരു ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി 49 kW വരുന്ന സമയത്ത് എത്ര റേഞ്ചാണെന്ന് മാരുതി ക്ലെയിം ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു 350 to 400 റേഞ്ചിലായിരിക്കും ആ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് മാരുതി ക്ലെയിം ചെയ്യാൻ പോകുന്നത്. വാഹനത്തിൻ്റെ പ്രൈസ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ വാഹനത്തിൻ്റെ ഈ ഒരു പ്ലേസ്മെൻറ്റും ഈ ഒരു സെഗ്മെൻ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് 10 to 13 lakhs മാരുതി ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. കാര്യം നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു സെഗ്മെൻറ്റാണ്. ഒരു മിഡ് സൈസ് കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലാണ് ഈ ഒരു വാഹനത്തിന് മാരുതി പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്രെറ്റയുടെ ഇലക്ട്രിക് ഉണ്ട്, വിൻസർ വരുന്നുണ്ട്, ഈവൻ ക്ലാവിസിൻ്റെ ഇലക്ട്രിക് ഉണ്ട്. സോ അങ്ങനെ നിരവധി ഇലക്ട്രിക് വാഹനങ്ങൾ, ഇപ്പോൾ ടാറ്റയുടെ മറ്റ് നിരവധി ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ പ്രൈസ് വളരെ അട്രാക്റ്റീവായിട്ടും അഗ്രസീവായിട്ടും പ്ലേസ് ചെയ്യാനായിട്ട് മാരുതി എന്താണെങ്കിലും ശ്രമിക്കും. അത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് മാരുതിയുടെ വാഹനങ്ങളുടെ എല്ലാം ആ ഒരു സ്വഭാവം നോക്കുന്ന സമയത്തും ഇൻട്രൊഡക്ടറി പ്രൈസായിട്ട് പോലും നമുക്കെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രൈസിങ് ഈ ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. 2 ബാറ്ററി പാക്ക് ഉള്ളതുപോലെ തന്നെ 2 മോട്ടോർ സിസ്റ്റം ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ കൊടുക്കുന്നത്. സോ ടോർക്ക് സെയിം ആയിരിക്കും. 193 എണ്ണം ടോർക്കായിരിക്കും 2 മോട്ടറിലും 2 ബാറ്ററി പാക്കിലും നമുക്ക് ലഭിക്കുന്നത്. 142 BHPയും 172 BHPയും പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 മോട്ടോർ കപ്പാസിറ്റി ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ മാരുതി കൊടുക്കാനായിട്ട് പോവുക. ഇനി റൈഡിംഗ് ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് നേച്ചർ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. EV ആയതുകൊണ്ട് തന്നെ ത്രോട്ടിൽ റെസ്പോൺസിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. സോ കാല് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ ടോപ്പ് സ്പീഡ് പോലും നമ്മൾ ക്ലോക്ക് ചെയ്തിരുന്നു. ഇൻഡിഗോസ് ഇലക്ട്രിക് ഡ്രൈവിന്റെ ഭാഗമായിട്ട് പോയ സമയത്താണ് നമ്മളത് ചെയ്തത്. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തൊരു വാഹനം കൂടിയാണ്. 160 നമ്മൾ ക്ലോക്ക് ചെയ്തത്. ആൻഡ് നല്ല ഡ്രിഫ്റ്റ് പരിപാടിയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. സ്ലൈഡിങ്ങും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ബിക്കോസ് ആ ഒരു EV ആയതുകൊണ്ടുള്ള ആ ഒരു ത്രോട്ടിലിന്റെ ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറി നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. 18 ഇഞ്ച് വീല് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ റൈഡിൽ അത് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ADAS ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റിയറിംഗിൽ ഒരു പിടുത്തം നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അത് ADAS ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം വരുന്നില്ല. സോ ഇപ്പോൾ ഞാൻ ലൈൻ മാറുകയാണ്. ഓട്ടോമാറ്റിക്കലി വാഹനം ലൈനിലേക്ക് സ്റ്റിയറിംഗ് തിരിയുന്നുണ്ട്. കൂടാതെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വാണിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ലൈനിൽ പോവാണ്. സോ അഗെയിൻ ഞാൻ ഈ അടുത്ത ലൈനിലേക്ക് ഞാനിപ്പോൾ വാഹനം ഒന്ന് ചെയ്യുകയാണെങ്കിൽ ടേൺ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്നെ ഈ സൈഡിലേക്ക് വാഹനം പുൾ ചെയ്യുന്നുണ്ട്. സോ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ലൈൻ കീപ്പ് അസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ADASന്റെ ലെവൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. മറ്റ് നിരവധി ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും അങ്ങനെയുള്ള നിരവധി ഡിപ്പാർച്ചർ വാണിങ്ങും ലൈൻ കീപ്പ് അസിസ്റ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ എത്രമാത്രം ആപ്ലിക്കബിൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. വിക്ടോറിയസിലാണ് നമ്മൾ ആദ്യമായിട്ട് ADAS കണ്ടത്. സോ ഇനിയുള്ള മുമ്പോട്ടുള്ള മാരുതിയുടെ വാഹനങ്ങളിലെല്ലാം തന്നെ നമുക്ക് ADAS പ്രതീക്ഷിക്കാനായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കൂടാതെ മാരുതി ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിരവധി ചാർജിങ് സ്റ്റേഷൻസിൻ്റെ ഒരു വരവാണ്. മാരുതിയുടെ എല്ലാ ഡീലർഷിപ്പിലും നമുക്കിപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. E4Me എന്നൊരു ആപ്ലിക്കേഷൻ പോലും മാരുതി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ GoEC പോലുള്ള കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ചാർജിങ് ആഗ്രിഗേറ്റേഴ്സും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ മാരുതിയുടെ ചാർജിങ് മാത്രമല്ലാതെ ഉള്ള ചാർജിങ് സ്റ്റേഷൻസും അതിൽ ആഡ് ആക്കിക്കൊണ്ട് തന്നെ ഒരു ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് ഈസിലി ചാർജിങ് സ്റ്റേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാരുതി ക്ലെയിം ചെയ്യുന്നത് 2030 1 ലക്ഷം ചാർജിങ് സ്റ്റേഷൻസ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ്. നിലവിൽ 2500 മുകളിലാണ്
മാരുതി ക്ലെയിം ചെയ്തിരിക്കുന്നത്. മാരുതിയുടെ എല്ലാ ഡീലർഷിപ്പിലും നമുക്ക് ലഭിക്കുന്ന ഒരു ചാർജിങ് സ്റ്റേഷനെ പറ്റിയാണ് മാരുതി പറയുന്നത്. സോ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൂടി ഈ ഒരു മാരുതി ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 12 മാസം ടൈം എടുത്തിട്ട് ഈ ഒരു വാഹനത്തിന് മാരുതി ഈ ഒരു സമയത്തേക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് പോലും. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ എടുത്ത എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസാണ്. നിരവധി നിലവിലുള്ള ബ്രാൻഡ്സ്, ഞാൻ പേര് പറയുന്നില്ല, കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ മാരുതി ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്തും ആ ഒരു ഇഷ്യൂസൊക്കെ തന്നെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ഇന്ത്യയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു ബ്രാൻഡ് കൂടിയാണ് മാരുതി എന്ന് പറയുന്നത്. സോ റിലയബിലിറ്റി ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ യാതൊരുവിധ തലവേദനകളൊന്നും അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ ഈ ഒരു വാഹനം നമുക്ക് ഈസിലി ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്രൈസിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ജനുവരി ഒരു സെക്കൻഡ് വീക്കിലേക്കായിരിക്കും മാരുതി ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് അനൗൺസ്മെൻറ്റ് നടത്താനായിട്ട് പോവുക. സോ എന്താണ് ഈ വിചാരയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു ബഡ്ജറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിലേക്ക് ഒരു EV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിചാരം കൺസിഡർ ചെയ്യുമോ, മറ്റു മോഡൽസിലേക്ക് പോകുമോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.